എറണാകുളത്തും കെ സുധാകരനെ അനുകൂലിച്ച ഫ്ലക്സും പോസ്റ്ററും പ്രത്യക്ഷപ്പെട്ടു. പറവൂരിലും ഇടപ്പള്ളിയിലും ആലുവയിലും പോസ്റ്ററുകൾ കണ്ടു. പറവൂരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഓഫീസിന്റെ തൊട്ടടുത്ത് പോസ്റ്റർ ഒട്ടിച്ചു. ലാൽകൃഷ്ണ കൊച്ചിയിൽ നിന്ന് പോസ്റ്ററിന്റെ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ലാൽകൃഷ്ണ. എസ്കെന് പറവൂരിലും ഇടപ്പള്ളിയിലും കണ്ടത് മാത്രമല്ല, കാരണം എറണാകുളം ജില്ലയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഒരേ രീതിയിലുള്ള ഫ്ലെക്സ് ബോർഡ് തന്നെയാണ് കണ്ടത്. അത് മൂവാറ്റുപുഴയിലുണ്ട്, പെരുമ്പാവൂരുണ്ട്, പറവൂരുണ്ട്, എടപ്പള്ളിയിലുണ്ട്, തൊടുപുഴയിലുണ്ട്. അങ്ങനെ പലയിടങ്ങളിലായിട്ട് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതായത് രാഹുൽ ഗാന്ധിയുടെ ഒരു ഉറപ്പ് മാത്രം മതി. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാനുള്ള ചങ്കൂറ്റമുള്ളയാളാണ് കെ സുധാകരൻ. കെ സുധാകരന്റെ ആ ചങ്കൂറ്റം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഉറപ്പ്. അദ്ദേഹത്തെ നെഞ്ചിലേറ്റി തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരും പോകുന്നത്. അതാണ് KS എന്ന് വിളംബരം ചെയ്യുന്നതാണ് ആ ഫ്ലെക്സ് ബോർഡ്. ഒരേ ഫ്ലെക്സ് ബോർഡ് തന്നെയാണ് പലയിടങ്ങളിലായിട്ട് പതിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതായത് കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശങ്കകൾ, അഭ്യൂഹങ്ങൾ, പ്രതിഷേധങ്ങൾ ഇതെല്ലാം ഒരേ രീതിയിൽ തന്നെ ഒരേ സമയത്ത് പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഫ്ലെക്സ് ബോർഡുകൾ കണ്ടതെല്ലാം UDFന്റെ MLA മാരുള്ള സ്ഥലങ്ങളിലാണ്, അല്ലെങ്കിൽ അവിടുത്തെ MLA മാരെല്ലാവരും UDFകാരാണ് എന്നുള്ളതാണ്. ആ ഇടങ്ങളിൽ തന്നെയാണ് കൃത്യമായിട്ട് ഇത്തരം ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഒരേ രീതിയിലുള്ള ഫ്ലെക്സ് ബോർഡുകളാണ്. സേവ് കോൺഗ്രസിന്റെ പേരിലാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ വച്ചിട്ടുമുള്ളത്. എന്താണെങ്കിലും സുധാകരന് വലിയ രീതിയിൽ പിന്തുണ അർപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് പലയിടങ്ങളിലും സമാന രീതിയിൽ സമാന സ്വഭാവത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു വന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.